ഇന്ത്യയിൽ നിന്ന് വന്നൊരു സൈക്കിൾ നമ്മൾ കുവൈറ്റ് ടവറിൻ്റെ ഫ്രണ്ടിൽ എത്തി ഫോട്ടോ എടുക്കും. പൈസ എങ്ങനെയുണ്ട്? ചട്ടിച്ചോറ് ഇഷ്ടപ്പെട്ടോ? അടിപൊളിയായിരുന്നു. വയറ് ഫുള്ളായി, മനസ്സും നിറഞ്ഞു. ഇഷ്ടപ്പെട്ട് കാണണം. ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ പുത്തൻ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മളിപ്പോൾ നിൽക്കുന്ന കുവൈറ്റ് ടവറിൻ്റെ ഫ്രണ്ടിലാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയ്ക്കകത്ത് സ്പെഷ്യൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിൽ നിന്ന് ലണ്ടനിലേക്ക് സൈക്കിളിൽ യാത്ര ചെയ്യുന്ന നമ്മുടെ ഫായിസ് നമ്മുടെ കൂടെ ഉണ്ട്. അപ്പോൾ ഇന്നത്തെ ദിവസം ഫുള്ള് ഫായിസിനെ നമ്മൾ കുവൈറ്റിലെ പ്രധാനപ്പെട്ട സ്ഥലങ്ങളെല്ലാം കാണിക്കാൻ വേണ്ടി പോവാണ്. മാക്സിമം നമുക്ക് ഒരു ദിവസം കൊണ്ട് നമുക്ക് പ്രധാനപ്പെട്ട എല്ലാ സ്ഥലങ്ങളും ഫായിസിനെ കാണിക്കണം അല്ലേ? രാവിലെ ഒരു ചെറിയ തണുപ്പും കാര്യങ്ങളും ഒക്കെയാണ്. നല്ല തണുപ്പാണ്. അതെ, ഏതായാലും ഇത്രയും ദൂരം സഞ്ചരിച്ച് വന്ന് ഫായിസിൻ്റെ വലിയ പ്രശ്നമോ കാര്യങ്ങളോ ഒന്നുമല്ല. ഫായിസിനോടൊപ്പമുള്ള ഈ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ലെന്നി. വെൽക്കം ടു LT ഡ്രീംസ്. കേരളത്തിൽ നിന്ന് ലണ്ടനിലേക്ക് ഒരു സൈക്കിൾ യാത്ര ആദ്യം കേൾക്കുമ്പോൾ ഒരു കൗതുകം തോന്നുമെങ്കിലും കാര്യം സത്യമാണ്. കോഴിക്കോടുകാരനായ ഫായിസാണ് ഈ വലിയ സ്വപ്നവുമായി യാത്ര തിരിച്ചിരിക്കുന്നത്. 35 രാജ്യങ്ങൾ 450 ദിവസം കൊണ്ട് ഏകദേശം 30,000 കിലോമീറ്റർ സഞ്ചരിച്ചാണ് ലണ്ടനിലേക്ക് എത്തുന്നത്. അത്രയും വലിയൊരു യാത്രയാണ് ഫായിസ് നടത്തുന്നത്. അപ്പോൾ ഫായിസിനെ സംബന്ധിച്ച് ഓൾറെഡി ഫായിസ് നമ്മുടെ കോഴിക്കോട് നിന്ന് സൈക്കിളിൽ സഞ്ചരിച്ച് സിംഗപ്പൂർ വരെ പോയി ഒരു റെക്കോർഡുള്ളതാണ്. അപ്പം അതിനുശേഷം തൻ്റെ വലിയ സ്വപ്നമായ കേരളത്തിൽ നിന്ന് ലണ്ടനിലേക്ക് ഒരു സൈക്കിൾ യാത്ര എന്ന യാത്ര നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ തൻ്റെ 7ാമത്തെ രാജ്യമായ കുവൈറ്റിൽ എത്തിച്ചേർന്നിരിക്കുകയാണ്. അപ്പോൾ കുവൈറ്റിലെ കാഴ്ചകൾ കാണാൻ ഫായിസ് റെഡിയായി കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ ഇന്ന് ഫായിസിൻ്റെ കൂടെ നമ്മളൊരു കുവൈറ്റിൽ ഒരു തേരാപ്പാര യാത്ര നടത്തുകയാണ് കേട്ടോ. ഫായിസിൻ്റെ സൈക്കിളിൻ്റെ കൊടിയും കാര്യങ്ങളും പേരൊക്കെ കണ്ടിട്ട് ഒരുപാട് പേര് കുവൈറ്റുകളും അതുപോലെ തന്നെ ഇവിടെ കുവൈറ്റ് ടവർ കാണാമെന്ന് ഒരുപാട് പേര് സംസാരിക്കുന്നൊക്കെ ഉണ്ട് കേട്ടോ. അവർക്കെല്ലാം ഇത് ആശ്ചര്യമാണ്. എൻ്റെ അത് എനിക്കൊരു വിഷമം തോന്നിയത്, ഞാനിപ്പോൾ ഒരു മലയാളി ഫാമിലിയെ കണ്ടിട്ടുണ്ടല്ലോ, അവിടെ നമ്മൾ പറഞ്ഞത് വേണ്ട ഇങ്ങനെ ഒരാൾ നാട്ടിൽ നിന്ന് വന്നു അത്രേ ഉള്ളൂ. എന്താ അല്ലേ? അപ്പോൾ നമ്മൾ ടിക്കറ്റ് എടുത്ത് അകത്തോട്ട് കയറിയിട്ടുണ്ട് അല്ലേ? ഫായിസ് ശരിക്കും എക്സൈറ്റ് ആണ് ഇതിൻ്റെ മേളിൽ നിന്നുള്ള കാഴ്ചകൾ. നമ്മളൊരിക്കലും വിസിറ്റ് ചെയ്തതാണ്, അതുകൊണ്ട് നമുക്ക് ഏകദേശം അറിയാം. പക്ഷേ ഇതിൻ്റെ ഒരു ഭംഗി ഫായിസെ വൈകുന്നേരമാണ്. വൈകുന്നേരം എന്ന് പറഞ്ഞാൽ നമ്മളൊരു 4 മണിക്കൊക്കെ വരുവാണെങ്കിൽ പകലത്തെ കാഴ്ച, രാത്രിയിൽ ലൈറ്റൊക്കെ ആകുമ്പോഴേക്കും നല്ല രസമാണ്. ഏതായാലും നമുക്ക് മേളിലോട്ട് പോയി കുവൈറ്റ് ടവറിൻ്റെ കാഴ്ചകൾ കാണാം. അങ്ങനെ ഇന്ത്യയിൽ നിന്ന് വന്നൊരു സൈക്കിൾ നമ്മൾ കുവൈറ്റ് ടവറിൻ്റെ ഫ്രണ്ടിൽ എത്തി ഫോട്ടോ എടുക്കുകയാണ്. അപ്പോൾ ഫായിസിനോട് നമ്മൾ കുവൈറ്റ് ടവറിൻ്റെ കാര്യങ്ങൾ മൊത്തം പറഞ്ഞു കൊടുക്കുകയാണ്. എന്താണ് ഹിസ്റ്ററി കാര്യങ്ങൾ, അത്യാവശ്യമൊക്കെ നമ്മളെക്കാളും കൂടുതൽ ഫായിസിന് അറിയാം. അതുകൊണ്ട് പിന്നെ കുഴപ്പമൊന്നുമില്ല. എന്നാലും നമുക്ക് കുവൈറ്റിൽ വരുന്നവർക്ക് മസ്റ്റായിട്ട് വിസിറ്റ് ചെയ്യേണ്ട ഒരു പ്ലേസ് ആയതുകൊണ്ട് തന്നെ നമ്മൾ ആദ്യം കുവൈറ്റ് ടവറിൻ്റെ അങ്ങോട്ടാണ് വന്നത്. അങ്ങനെ സൈക്കിൾ നമ്മൾ തന്നെ പാർക്കിങ്ങിൽ ലോക്ക് ചെയ്തിട്ട് അകത്തോട്ട് കയറാൻ വേണ്ടി പോകാം കേട്ടോ. അപ്പോൾ വരുന്നവരൊക്കെ ഒന്ന് കാണട്ടെ. കേരള ടു ലണ്ടൻ സൈക്കിൾ അല്ലേ ഫായിസേ? അതെ, നമ്മുടെ മെയിൻ ആയുധം സൈക്കിളാണ് അല്ലേ? സൈക്കിൾ എത്ര നാളായിട്ട് കൂടെ ഉണ്ട്? യാത്രയ്ക്ക് വേണ്ടി വാങ്ങിച്ച പുതിയത് മേടിച്ചാണ്. അപ്പോൾ സിംഗപ്പൂർ പോയത് ഇതല്ല. അപ്പോൾ സിംഗപ്പൂർ കഥകളൊക്കെ ഞങ്ങൾ കേൾക്കാറുണ്ട്. ഇതെനിക്ക് പാരജോൺ തന്ന സൈക്കിളാണ്. ഓക്കെ. അങ്ങനെ നമ്മൾ ടിക്കറ്റ് എടുത്ത് 3 ഗഡിയാണ് ഒരാൾക്ക് ടിക്കറ്റ് വരുന്നത്. അപ്പോൾ നമ്മൾ ഓൾറെഡി ഈ കുവൈറ്റ് ടവറിൻ്റെ വീഡിയോസ് നമ്മൾ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഹിസ്റ്ററിയും കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടുള്ള വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട്. അത് കണ്ടിട്ടില്ലാത്തവർക്ക് നമ്മൾ മേളിൽ ഐ ബട്ടണിൽ നമ്മളതിൻ്റെ ലിങ്ക് കൊടുക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾ കാണുക. അപ്പോൾ നമ്മൾ കുവൈറ്റ് ടവറിൻ്റെ മുകളിലെത്തി. അതിസുന്ദരമായ കാഴ്ചയാണ് നമ്മുടെ മുമ്പിൽ കാണുന്നത്. ശരിക്കും ഉണ്ടല്ലോ, കുവൈറ്റ് സിറ്റി നല്ല ഭംഗിയായിട്ട് തന്നെ നമുക്ക് കാണാൻ സാധിക്കും. ഇന്നൊരു മൂടിക്കെട്ടിയൊരു അവസ്ഥയാണ്, അതുകൊണ്ട് തന്നെ ഒരു വിഷ്വൽസ് അത്ര ക്ലിയർ ആണോന്നില്ല. അവിടെ നിന്ന് നമ്മൾ സ്റ്റെപ്പ് കയറി ചെല്ലുമ്പോഴാണ് ഈ റൊട്ടേറ്റിംഗ് പ്ലാറ്റ്ഫോമിലേക്ക് നമ്മൾ ചെല്ലുന്നത്. അതായത് ഈ ടവറിൻ്റെ തന്നെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് സ്വയം കറങ്ങുന്ന ഒരു പ്ലാറ്റ്ഫോമാണ്. അതായത് 30 മിനിറ്റ് കൊണ്ട് ഒരു റൗണ്ട് ഫുള്ള് കറങ്ങും. അപ്പോൾ അങ്ങനെ റൊട്ടേഷൻ പ്ലാറ്റ്ഫോം ഉള്ളൊരു ടവറാണ് നമ്മുടെ കുവൈറ്റ് ടവർ. അപ്പോൾ ഇവിടെ വിസിറ്റ് ചെയ്തവർക്കറിയാം. അപ്പോൾ ഫായിസ് ടെലിസ്കോപ്പും കാര്യങ്ങളും എല്ലാം യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇവിടുത്തെ കാഴ്ചകളെല്ലാം കാണുന്നുണ്ട്. ഒരുപാട് പേരുണ്ട് കേട്ടോ. നമ്മൾ കുവൈറ്റിൽ വരുന്നവർ, അതായത് ഒമാൻ തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്ന്, ദുബായ് തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്ന് കുവൈറ്റ് വരുന്നവർ ഉറപ്പായിട്ടും വിസിറ്റ് ചെയ്യുന്ന ഒരു സ്ഥലം തന്നെയാണ് കുവൈറ്റ് ടവർ. കുവൈറ്റിലെ പ്രധാനപ്പെട്ട അട്രാക്ഷൻ തന്നെയാണ് കുവൈറ്റ് ടവർ. അപ്പോൾ ഇതുപോലെ നമുക്ക് ജസ്റ്റ് അവിടെ നിൽക്കുമ്പോൾ തന്നെ കാണാൻ സാധിക്കും ഈ റൊട്ടേഷൻ പ്ലാറ്റ്ഫോം. അപ്പം ഫായിസ് അതെല്ലാം എടുക്കുന്നുണ്ട് ഇൻസ്റ്റഗ്രാമിലും കാര്യങ്ങളൊക്കെ ഇടാൻ വേണ്ടി.
കുറച്ചുനേരം ഇവിടെ നിന്ന് നമുക്ക് തല കറങ്ങുന്ന പോലെയൊക്കെ തോന്നും, വട്ടം കറങ്ങുന്നതുകൊണ്ട്. ചെറിയൊരു കറക്കമാണ്. അപ്പോൾ ഇവിടെയൊക്കെ വന്നിട്ടില്ലാത്തവർ വീണ്ടും വരിക കേട്ടോ. എന്ന് വെച്ചാൽ കുവൈറ്റിലുള്ളവർ ഉറപ്പായിട്ടും വന്ന് കാണേണ്ട ഒരു സ്ഥലം തന്നെയാണ് നമ്മുടെ കുവൈറ്റ് ടവർ. അപ്പോൾ ഫായ്സ് കാഴ്ചകൾ വീഡിയോസെല്ലാം എടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഇഷ്ടപ്പെട്ട് കാണണം. കുവൈറ്റ് ടവർ നിങ്ങൾ വരുമ്പോൾ ഉറപ്പായും ഒരു ചായ അല്ലെങ്കിൽ ഒരു കോഫി ഓർഡർ ചെയ്യുക. ഏതെങ്കിലും ടേബിളിൽ നിൽക്കുക, ചായ കുടിച്ചുകൊണ്ട് ഒരു അരമണിക്കൂർ സ്പെൻഡ് ചെയ്യുക. ആ ടവറിന് ചുറ്റുമുള്ള കാഴ്ചകൾ മൊത്തം കാണാൻ സാധിക്കും. നമ്മൾ നിൽക്കുന്ന സ്ഥലത്ത് നിന്ന് തന്നെ നമുക്ക് കാണാൻ സാധിക്കും. അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. അപ്പോൾ ഫായ്സിനെ ഒരുപാട് പേര് നല്ല സൈക്കിളിൽ സഞ്ചരിക്കുന്ന അറിഞ്ഞിട്ട് വന്ന് ഫോട്ടോ എടുക്കുകയും സെൽഫി എടുക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഒരു ആശയമാണ്, ഇത്രയും ദൂരം സൈക്കിളിൽ സഞ്ചരിക്കുക എന്ന് പറഞ്ഞാൽ ചെറിയ കാര്യമല്ലെന്ന് എല്ലാവർക്കും അറിയാം. അങ്ങനെ ടവറിൽ നമ്മൾ ഇറങ്ങുവാണ്. ടവറിലെ കാഴ്ചകളെല്ലാം കണ്ടിട്ട് ഫാരിസിന് ഇപ്പോൾ ഒരു കുവൈറ്റ് ടൈംസിൻ്റെ ഒരു ഇൻ്റർവ്യൂവും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അങ്ങോട്ട് പോവാണ്. അതിനുശേഷം നമ്മൾ ഇന്ത്യൻ എംബസിയിൽ പോകുന്നുണ്ട്. ഇന്ത്യൻ എംബസിയിൽ പോയിട്ട് സൂക്ക് മുബാറക്ക, ലിബറേഷൻ ടവർ, നമ്മുടെ കടൽപ്പാലം, അവന്യൂസ്, അങ്ങനെ പറ്റുന്നിടത്തോളം ഇന്നത്തെ കാഴ്ചകൾ കാണിക്കുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം. എത്രമാത്രം ആവുമെന്ന് അറിയത്തില്ല. പക്ഷേ ഇന്ന് മഴയ്ക്കുള്ള ചാൻസ് ഒക്കെ ഉണ്ട്, അതുകൊണ്ട് അറിയത്തില്ല. ഏതായാലും മാക്സിമം നമ്മൾ ട്രൈ ചെയ്യും. പൈസ ഇഷ്ടപ്പെട്ടോ കുവൈറ്റ് ടവർ? അടിപൊളി കിടും അല്ലേ? അപ്പൊ ഇവിടെ ഉള്ളവർ ഉറപ്പായിട്ടും വിസിറ്റ് ചെയ്യണം അല്ലേ? പോയിട്ടില്ലാത്തവർ ഉറപ്പായിട്ടും വിസിറ്റ് ചെയ്യണം. അതുപോലെ തന്നെ കുവൈറ്റിലേക്ക് വരുന്നവർക്കും അല്ലേ ഇതൊരു കാഴ്ച തന്നെയാണ്. ഇത് ഞാൻ പറയുന്നതല്ല കേട്ടോ, കുറേ രാജ്യങ്ങൾ സഞ്ചരിച്ച ഒരു മനുഷ്യന്റെ വാക്കുകളാണ്. അപ്പം പിന്നെ കുറച്ചുകൂടെ ഒക്കെ അതിനൊരു ആധികാരികത ഉണ്ടല്ലോ. നല്ല മഴയാണ് കേട്ടോ. ഇന്നൊരു രക്ഷയില്ലാത്ത മഴയായിരുന്നു ഉച്ച കഴിഞ്ഞപ്പോൾ തൊട്ട്. അതുകൊണ്ട് ഒരുപാട് സ്ഥലങ്ങളൊന്നും പോകാൻ പറ്റിയില്ല. ഇനിയിപ്പോൾ എവിടെ പോകണമെന്നുള്ളൊരു കൺഫ്യൂഷനാണ്. സമയമുണ്ടോയെന്ന് അറിയത്തില്ല. ഞങ്ങളിവിടെ എംബസിയിലൊക്കെ ആയിട്ട് വന്നതാണ്. അപ്പം ഇന്നത്തെ കാഴ്ചകൾ ഒരുപാട് പോകാൻ പറ്റത്തില്ല. എന്നാലും കുവൈറ്റ് ടവർ നമ്മളിവിടെ സാൽമിയ എല്ലാം ഒന്ന് വന്നു. അത്യാവശ്യം ഞാൻ എംബസി അടുത്ത ദിവസം ഫൈലക്ക ഒക്കെ പോകാനായിട്ട് നിൽക്കുന്നുണ്ട്. അപ്പോൾ ഫൈലക്ക, നമ്മുടെ കുവൈറ്റ് ടവർ, അവന്യൂസ് മാൾ, സൂക്ക് മുബാറക്ക്, അതിന് ഒരുപാട് പരിപാടി ഉണ്ടായിരുന്നു. നമ്മുടെ കടൽപ്പാലമൊക്കെ പോകണമെന്നുണ്ടായിരുന്നു. മഞ്ഞൊക്കെ പെയ്തിട്ട് ഐസ് കട്ടയൊക്കെയാണ് വഴിയിൽ മൊത്തം. അവിടെ അങ്ങ് ഫാഹയിലപ്പുറത്തൊക്കെ ഐസ് കട്ടയൊക്കെ പെയ്തിട്ടുണ്ട്. അപ്പോൾ നല്ല മഴയാണ്, കട്ട മഴയാണ്. മൊത്തം ട്രാഫിക്കും വേളമൊക്കെ ആയിരിക്കും. അതുകൊണ്ട് ചിലപ്പോൾ ആണെങ്കിൽ ഈ പരിപാടി ഇവിടെ നിർത്തും, നമ്മൾ മുന്നോട്ട് പോകുന്നില്ല. അപ്പോൾ അത്യാവശ്യം ഫായ്സിൻ്റെ കൂടെ കുറച്ച് നേരം നമ്മൾ സ്പെൻഡ് ചെയ്തു. സന്തോഷം. ലോകം സഞ്ചരിക്കുന്ന ഒരാളുടെ കൂടെ കുറച്ച് നേരമൊക്കെ സ്പെൻഡ് ചെയ്യാൻ പറ്റുക എന്ന് പറഞ്ഞാൽ വലിയ കാര്യമല്ലേ? നമ്മളെ സംബന്ധിച്ച് ഒരുപാട് സന്തോഷമാണ്. ഫ്രണ്ട്സ്, അപ്പോൾ വേണ്ടേ നമ്മൾ ഫുഡ് കഴിക്കാനായിട്ട് ഫാരിസിനെ കൊണ്ട് നമ്മൾ സാൽമിയയിൽ ജാക്ബീസിൽ എത്തിയതാണ്. അപ്പം നമ്മൾ ചട്ടിച്ചോറ് കഴിക്കാൻ വേണ്ടി പോകുന്നു അല്ലേ? നാട്ടിൽ നിന്ന് നാടൻ ഫുഡ് കൊടുക്കുന്ന അല്ലേ? എല്ലാം കൂടെ കൂട്ടി ആ സന്തോഷം കണ്ടില്ല. നാട്ടിൽ നിന്ന് വരുന്നവർക്ക് തനി നാടൻ ഫുഡ്, വളയിട്ട കൈകൾ കൊണ്ടുണ്ടാക്കിയ ഫുഡ് ഒന്നും പറയാം. നമുക്ക് നോക്കാം. ഏതായാലും ഞങ്ങൾ ട്രൈ ചെയ്തിട്ട് അഭിപ്രായം പറയാം. ഞാൻ പറയാനേ, കഴിഞ്ഞ ദിവസം സന്തോഷ് സാറ് വന്നു, അതിന് പുറകെ ഫായിസ് വന്നു. അപ്പൊ ആൾക്കാർ കുവൈറ്റിലോട്ട് വരുന്നുണ്ട്. അതാണ് കുവൈറ്റ് ഒരു ടച്ച് ചെയ്ത് പോകുന്നുണ്ട്. അതാണ് ആണല്ലേ? ആ, ചട്ടിച്ചോറാണ് ഇവിടെ ഒരു പ്രമുഖം വന്നു കഴിഞ്ഞാൽ ചട്ടിച്ചോറ് കഴിക്കുക എന്നുള്ളത്. അപ്പൊ നമുക്കുള്ള ചട്ടിച്ചോറ് റെഡിയാക്കുക കേട്ടോ. അപ്പൊ ചട്ടിയിലോട്ട് നല്ല കുത്തരി ചോറ് വിളമ്പുന്നു. അതിലേക്ക് നല്ല കപ്പപ്പുഴുക്കിന് കൂട്ടാനായിട്ട് നല്ല പുളിയിട്ട് മുളകിട്ട് വറ്റിച്ചെടുത്ത മീൻകറി, വേണ്ട നല്ല ബീഫ് ഫ്രൈ, അത് ഒരു ചിക്കൻ 65 ഒരു പീസ്, പിന്നെ ഒരു കൂട്ടുകറി, ഒരു തോരൻ, തീർന്നില്ല ഒരു മീൻ വറുത്തത്, പിന്നെ ഉള്ളത് ഒരു ചമ്മന്തി, നമ്മുടെ നല്ല തേങ്ങാ ചമ്മന്തി, പിന്നെ ഇതേണ്ടേ അച്ചാർ, തീർന്നില്ല കേട്ടോ. പിന്നെ ഒരു അലങ്കാരത്തിന് വേണ്ടി ഒരു മുട്ട പൊരിച്ചത്, ഒരു പപ്പടം. മക്കളെ, ഇതാണ് കേട്ടോ നമ്മുടെ ജാക്ബീസിൽ നമുക്ക് കിട്ടുന്ന ചട്ടിച്ചോറ്. അപ്പൊ നമ്മുടെ ചട്ടിച്ചോറ് വന്നിട്ടുണ്ട്. പായസം ട്രൈ ചെയ്യാം. കുറേ സാധനം ഉണ്ട്, 16 ഐറ്റം ഉണ്ട്.
ഹെവിയാണ്. ഏതായാലും സ്റ്റാർട്ട് ചെയ്യും, കഴിച്ചിട്ട് നമുക്ക് പറയാം അല്ലേ. ചട്ടിച്ചോറ് വന്നിട്ടുണ്ട് വേണ്ട 16 കൂട്ടം 16 ഐറ്റംസ് ഒക്കെ ആയിട്ട്. എങ്ങനെയുണ്ട് അല്ലേ? ഈ ആംബിയൻസ് ഇഷ്ടപ്പെട്ടില്ലേ അല്ലേ? കഫേ സ്റ്റൈൽ അതാണ്. അതായത് ഞങ്ങളൊന്ന് കഴിച്ചിട്ട് എങ്ങനെയാണെന്ന് പറയാം. പൈസ എങ്ങനെയുണ്ട്? ചട്ടിച്ചോറ് ഇഷ്ടപ്പെട്ടോ? അടിപൊളിയായിരുന്നു. വയറ് ഫുള്ളായി, മനസ്സും നിറഞ്ഞ്. ആദ്യം വിചാരിച്ച് ക്വാണ്ടിറ്റി കുറവാണെന്ന്, കഴിച്ചു തുടങ്ങിയപ്പോഴും എനിക്ക് നല്ല ഒരുപാട് അത് ഒരു കേടിക്ക് അല്ലേ? അത് ഒരു കേടിക്ക് അത് ഏതായാലും സൂപ്പറായല്ലേ? ഇക്ക എങ്ങനെയുണ്ടായിരുന്നു? നല്ല വെറൈറ്റി. ആദ്യമായിട്ട് എങ്ങനെ ബീഫ് ഉണ്ട്, ചിക്കൻ ഉണ്ട്, കപ്പ ഉണ്ട്, ചോറുണ്ട്, മീനുണ്ട്, എല്ലാം ഉണ്ട് കേട്ടോ. 16 ഐറ്റംസ് ഉള്ള 16 ഐറ്റംസ് ഉണ്ട്. ഒരു കേടി ഓഫറാണ്. വേഗം വന്നോളൂ. അതില്ലേ ഇപ്പം അടുത്ത ആഴ്ച തൊട്ട് അതിന്റെ റേറ്റ് മാറുന്നുണ്ട്. അടുത്ത ആഴ്ച തൊട്ട് ഞങ്ങള് ഇതേ വിഭവങ്ങളെല്ലാം തന്നെ ഉണ്ട്, പക്ഷെ 1.25. ഓക്കെ. ഡെലിവറി ഉണ്ട്. ഡെലിവറി ഞങ്ങൾ സ്പെഷ്യൽ മൈക്രോവേവ് കണ്ടെയ്നറിലാണ് തരുന്നത്. അതിന്റെ റേറ്റ് 1.25 ഉള്ളൂ. ഫ്രീ ഹോം ഡെലിവറിയാണ്. ഫ്രീ ഹോം ഡെലിവറി. അപ്പൊ ഇതിന്റെ ലൊക്കേഷൻ ഒന്ന് പറഞ്ഞ പെട്ടെന്ന്. ഇത് സാൽമിയ അൽബുഗേര സ്ട്രീറ്റ്, നമ്മുടെ MRG ഒക്കെ ഉള്ളതിന്റെ മെയിൻ സൂക്കിന്റെ ജസ്റ്റ് ഓപ്പോസിറ്റ് ആണ്. സിഗ്നലിൽ തന്നെയാണ്. നമുക്ക് ഫ്രണ്ടിലും ബാക്കിലും ഒക്കെ പാർക്കിംഗ് ഉണ്ട്. ഒന്നുകൂടെ പറഞ്ഞു കഴിഞ്ഞാൽ കാത്തലിക് പള്ളിയുടെ തൊട്ട് ഫ്രണ്ടിലായിട്ട് വരും. കാത്തലിക് ഇന്ത്യൻ കമ്മ്യൂണിറ്റി ജൂനിയർ സ്കൂൾ ഒക്കെ അടുത്ത് തന്നെയാണ്. ജാക്ബീസ് അല്ലേ? അതെ. ഇദ്ദേഹമാണ് നമ്മുടെ കടയുടെ മെയിൻ എക്സിക്യൂട്ടീവ് സജി. ഫയസിനെ പോലുള്ള വലിയ വ്യക്തി ഞങ്ങളുടെ റെസ്റ്റോറന്റിൽ വന്നു, ഞങ്ങളോടൊപ്പം ഭക്ഷണം കഴിച്ചു. അതെ, സന്തോഷമാണ്. അത് വളരെ ഞങ്ങളതൊരു വലിയ ഭാഗ്യമായിട്ട് കരുതുന്നു. അതെ, ജാക്ബീസിന് എല്ലാ ജാക്ബീസ് മാനേജ്മെന്റ് സ്റ്റാഫിന്റെ എല്ലാ അഭിനന്ദനങ്ങളും ആശംസകളും തുടർന്നുള്ള യാത്രയ്ക്ക് ഞങ്ങൾ നേരിടും. അപ്പൊ നമ്മള് ഇന്നത്തെ ദിവസം ഫയസിന്റെ കൂടെ ആയിരുന്നു. അപ്പൊ രാവിലെ നമ്മൾ കുവൈറ്റ് ടവറെല്ലാം കണ്ടു. നല്ല മഴയായിരുന്നു അല്ലേ ഫയസ്? നല്ല മഴയുണ്ട്. കുറെ ഷെഡ്യൂള് മാറിപ്പോയി അല്ലേ? എന്നാലും അത്യാവശ്യം ഞങ്ങൾ ഇന്ന് പോയി കറങ്ങി അല്ലേ കുവൈറ്റ്. അപ്പം അവസാനം ചട്ടിച്ചോറും കഴിച്ച് ഞങ്ങളിങ്ങനെ നിൽക്കുകയാണ്. മഴയായതുകൊണ്ട് ഞങ്ങൾ തൽക്കാലം അല്ലേ ഈ യാത്ര ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. അടുത്ത ഫായിസിന്റെ നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജ് നിങ്ങൾ എല്ലാവരും ഫോളോ ചെയ്യുക. ecowheelers സപ്പോർട്ട് ചെയ്യുക. അതെ, നമ്മുടെ ചാനലും കൂടെ സപ്പോർട്ട് ചെയ്യുക. പിന്നെ ആയിരുന്നു ഫായിസ ഇത് 7ാമത്തെ രാജ്യം കുവൈറ്റ് അല്ലേ? നമ്മുടെ ഫാമിലീസ് എന്ന് പറഞ്ഞ നാട്ടിലെ കാര്യം പറഞ്ഞു. ഓക്കെ, കുട്ടികൾ ഓക്കെ. ഇത് 7ാമത്തെ രാജ്യം. മൊത്തം 35 രാജ്യം, 450 ദിവസത്തെ യാത്ര അല്ലേ? അപ്പം മരുഭൂമിയിൽ ഒരു നല്ലൊരു മഴ, നൈസ് മഴയാണ് ഇത് മൊത്തം. അപ്പം നമ്മുടെ എല്ലാവിധ ആശംസകളും ഫായിസിന് നേരുന്നു. ഓക്കെ, അപ്പം നമുക്ക് വീണ്ടും കുവൈറ്റിലെ മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരയ്ക്കും ബൈ ബൈ.